കേന്ദ്ര സർക്കാരിന്റെ പുതിയ തൊഴിൽ കോഡുകൾക്കെതിരെ വിവിധ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പുരോഗമിക്കുന്നു. ജില്ലാ ആസ്ഥാന മേഖലയിൽ പണിമുടക്ക് ഹർത്താലായി തുടരുന്നു. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ ബസ് ടാക്സി സർവീസുകൾ ഒന്നും നിരത്തിലിറങ്ങിയില്ല. വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ബിജു വൈശംപറമ്പിൽ ചേരുന്നു. ബിജു, എന്താണ് ഇടുക്കിയിൽ നിന്നും ഹർത്താലുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ഇതിലെ ഹർത്താൽ അതിന്റെ രണ്ടാം പകുതിയിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികം ജില്ലാ മേഖല അക്ഷരാർത്ഥത്തിൽ ഹർത്താലായി തന്നെ തുടരും. തൊടുപുഴയിൽ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയുണ്ട്. പ്രത്യേകിച്ചും ദേശീയ പണിമുടക്ക് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും KSRTC ഉൾപ്പെടെ ഓടും എന്നൊരു പ്രതീക്ഷയായിരുന്നു യാത്രക്കാർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തൊടുപുഴ ഉൾപ്പെടെ KSRTC സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റാൻഡിലും ഒക്കെ യാത്രക്കാരെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും പറയേണ്ടത് മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികളെ പല മേഖലകളിലും കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് വസ്തുത. ഇടുക്കി ജില്ലാ കളക്ടറേറ്റിലെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ജില്ലാ കളക്ടറേറ്റിലെ ഒരു ഓഫീസിലും പ്രവർത്തിക്കുന്നില്ല, ഒരിടത്ത് പോലും ഹാജർനിലയില്ല എന്നതാണ് വസ്തുത. ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിലെ വൈദ്യുതി വകുപ്പിന്റെ ഓഫീസിൽ നാമമാത്രമായ ജീവനക്കാരുണ്ട് എന്നുള്ളതാണ്. അത് അവശ്യ സർവീസ് എന്ന രീതിയിൽ അതിന്റെ ഹർത്താൽ ഒന്നുകൂടി നടന്നിട്ടില്ല. എന്നാൽ ഫീൽഡ് വർക്കുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ പണികളോ ഒന്നും നടക്കുന്നുമില്ല വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ജില്ലാ ആസ്ഥാന മേഖലയിൽ സ്കൂളുകൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. മറ്റ് പൊതുഗതാഗതവും ജില്ലാ ആസ്ഥാന മേഖലയിലില്ല. KSRTC ഉൾപ്പെടെ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ എല്ലാം നിരത്തുവിട്ടു ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. തൊടുപുഴ പോലെയുള്ള ടൗണുകളിൽ പ്രകടനം നടത്തിയെന്ന് വെച്ചാൽ ചെറിയ ടൗണുകളിൽ ഒന്നും തന്നെ പ്രകടനമോ മറ്റൊന്നും നടത്തിയത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ വെച്ച് ഭരണ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളൊക്കെ ഈ ഹർത്താലിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ പണിമുടക്കിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അത്തരമൊരു ജാഥയോ പ്രശ്നത്തിന്റെയോ ആവശ്യം നമുക്കില്ല. എല്ലാവരും സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വ്യാപാര മേഖല പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ ചെറിയ ഹൈറേഞ്ചിലെ ചെറിയ മാർക്കറ്റുകളിലെ ഒറ്റപ്പെട്ട കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികയിലെ ഫെഡറൽ ബാങ്ക് ഉൾപ്പെടെ രാവിലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തുറന്ന് പ്രവർത്തിച്ചായിരുന്നു. പോസ്റ്റ് ഓഫീസ് പെരുന്നോട്ട് പോലെയുള്ള മേഖലയിൽ പോസ്റ്റ് ഓഫീസുകളും തുറന്ന് പ്രവർത്തിച്ചു. ഇവിടെയൊന്നും അതിന്റെ ഹർത്താൽ അനുകൂലികൾ അല്ലെങ്കിൽ പണിമുടക്കിന് അനുകൂലികൾ വന്ന് അടപ്പിക്കുകയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. അക്ഷരാർത്ഥത്തിൽ പൊതുപണിമുടക്ക് എന്ന് പറയുന്നത് ഹർത്താലായി മാറി എന്ന് തന്നെ വേണം പറയാൻ.